ഹായ് നമസ്കാരം, ബോസ് ഇൻ ബെൻസിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ റിയാക്ഷനും റിപ്ലൈയും കമൻറ്റുകളൊക്കെ കിട്ടുന്നൊരു സെഗ്മെൻറ്റാണ് ബോസ് ഇൻ ബെൻസ്. നമ്മൾ ബെൻസിലിരുന്ന് ബോസ് ഞാൻ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളും പണക്കാരനാവേണ്ടതിൻ്റെ ആവശ്യകതകളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. ബേസിക് കോൺസെപ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 10,000 രൂപ മിനിമം കിട്ടുന്ന 1000 തവണ ആവർത്തിക്കുന്ന 1 കോടി മൈൻഡ് സെറ്റ്, 1 CR മൈൻഡ് സെറ്റ്. നിങ്ങൾ ആദ്യത്തെ 1 കോടി നമ്മളിലേക്ക് വരുത്തണം. യുവർ ഫസ്റ്റ് 1 CR കോച്ച് ആണിപ്പോൾ ഞാൻ പലരുടെയും പുറത്ത് വെച്ച് കാണുമ്പോൾ ഒരുപാട് പേര് റിപ്ലൈ ഓടി വന്നിട്ടൊക്കെ എവിടെ നമ്മുടെ ബോസ് ഇൻ ബെൻസിൻ്റെ പുതിയ എപ്പിസോഡിലൊക്കെ ചോദിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് മറന്നു. വേറെ കുറേ കാര്യത്തിൻ്റെ തിരക്കിലിടയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. 2-3 മാസം തോന്നില്ലായിട്ടിട്ട്. അപ്പോൾ ഇനി സമയം കിട്ടുമ്പോഴൊക്കെ ഇടാം. ഞാനിപ്പോൾ യൂട്യൂബറൊന്നും അല്ലല്ലോ എല്ലാ ആഴ്ചയും ഇടാനായിട്ട്. അവർ ടൈമിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇടാത്തത്. അല്ലെങ്കിൽ പിന്നെ പിള്ളേർ പറയുന്നുണ്ട് നമുക്കിത് മൊത്തം ഒരു കോഴ്സായിട്ട് ഇറക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. യൂട്യൂബിലാകുമ്പോൾ ഇത് കുറേ കാലം എടുത്തിട്ടായിരിക്കും മുഴുവനും നമുക്ക് പറഞ്ഞു തീർക്കുക. കോഴ്സൊക്കെ ആകുമ്പോൾ ഒറ്റയടിക്ക് പറയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, എന്തായാലും ഇന്നത്തെ ഒരു പുതിയ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി ഷുഡ് ബി യുവർ ന്യൂ കംഫർട്ട്. നിങ്ങളുടെ പുതിയ കംഫർട്ട്, നിങ്ങളുടെ പുതിയ സൗകര്യം ലക്ഷറി ആയിരിക്കണം എന്നുള്ളതാണ്. അതൊരു റോയൽ ഡ്രൈവ് ഷോറൂമിൻ്റെ അതൊരു ലക്ഷറിയസ് കാർ വിൽക്കുന്ന ഒരു കമ്പനിയുടെ ഷോറൂമിലെ സ്റ്റാഫിനോട് പറഞ്ഞതാണ്. അവർക്ക് ആ കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പോയോ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ, ലക്ഷറി ഷുഡ് ബി യുവർ ന്യൂ കംഫർട്ട് എന്ന് പറയും. നമ്മൾ ലക്ഷറി വിൽക്കുന്ന ആളെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ലൈഫ് എക്സാമ്പിളാണ്. ഉദാഹരണം, ഭാര്യ വീട് 3 മണിക്കൂർ അകലെയാണ്, ഡ്രൈവ് ചെയ്ത് പോകണം. എല്ലാ മാസം നമ്മൾ പോകാറുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ മാസം പോകാറുണ്ട്. നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഒരു വനിതാ ഹോട്ടലിൽ കയറുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരു 300-400 രൂപ കൊടുക്കുന്നു, നമ്മൾ ഇറങ്ങുന്നു, പോകുന്നു, അവിടെ എത്തുന്നു. ഓക്കെ, ഇങ്ങനെയാണ് പോകാറ്. ഒരു ദിവസം നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽ, ഇതിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഇത് എവിടെയാണ്? നമ്മൾ മാരിയറ്റിൽ 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ബൊഫെ ഒരു 1500 രൂപ ഉണ്ടാവും. ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 3 പേർക്ക് കൂടി 3000 കുട്ടിക്ക് ഫ്രീ, അല്ലെങ്കിൽ പകുതി പൈസ ഒരു 4000 റുപ്പീസ് ചിലവഴിച്ച് നമ്മളവിടെ ചെല്ലും. അപ്പോൾ വൈഫ് ചോദിക്കും, ഇത്രയും പൈസ ചിലവാക്കണോ? 300-ന്റെ 4 ഇരട്ടിയാണ്, 400-ന്റെ 4 ഇരട്ടിയാണ്. കുഴപ്പമില്ല, നമ്മൾ പൈസ നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യാം. അവിടെ ഇരിക്കുന്ന ആദ്യത്തെ പ്രാവശ്യം ഇത് കൊള്ളാലോ എന്നൊക്കെ. കാരണം അവിടെ ചില ലേഡീസ് ഉണ്ട്, മൂത്രം ഒഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കും യാത്രയിൽ. അങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരുന്നത്. പിന്നെ എന്താ പറയുക, മക്കൾക്ക് പല ടൈപ്പ് സാധനം ഇഷ്ടം. അതൊക്കെ ഇവിടെ നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയണേ, ആരെയും മോശമായിട്ടും നന്നാക്കിയിട്ടും പറയല്ല, അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ എടുത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കഴിക്കുന്നു. ഓക്കെ, ഒരു 1-2 മണിക്കൂർ അവിടെ ചിലവഴിക്കുന്നു, പൂളിലൊക്കെ പോകുന്നു, ഒക്കെ നമ്മളിങ്ങനെ പോകുന്നു. അടുത്ത മാസവും നമ്മൾ വീണ്ടും ഇവിടെ തന്നെ പോകുന്നു. അടുത്ത മാസം ഇതേപോലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ പോകുന്നു. 4ാമത്തെ മാസം നമ്മൾ തിരിച്ചാ വനിതാ ഹോട്ടലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട്. അവിടുത്തെ ബാത്റൂം ഒരു വൃത്തിയില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ബാത്റൂം ഉണ്ട്, എന്താ പൊന്നോ, അതിനെ മൂത്രപ്പര എന്നാ വിളിക്കുക. അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. നമ്മൾ സ്കൂളിൽ പഠിക്കും, ഓർമ്മട്ടോ. ഞാൻ ഒരു ഗന്ധം കൊണ്ട് വരാണ്ട്. അപ്പം ഞാൻ ഉണ്ണികൃഷ്ണൻ മാഷോട് പറഞ്ഞു, സാറേ ഒരു ഗന്ധം. അപ്പോൾ ആള് പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധികളെ തുളച്ചു കയറാനുള്ള പരിശീലനം. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ വനിതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ കഴിച്ചിട്ട് അപ്പം നമുക്ക് അതിൻ്റെ ഡിസ്കംഫർട്ടൊക്കെ മനസ്സിലാവും. 5ാമത്തെ മാസം വൈഫും കുട്ടിയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കേ അപ്പോൾ 4 സ്റ്റാർ തന്നെ മതി കേട്ടോ, 5 സ്റ്റാർ തന്നെ മതി. അവിടെ കുറേ സമാധാനമുണ്ട്, കുറേ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ആലോചിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ആളുകൾ, അവർ പ്രോസ്പെക്റ്റ്, നമ്മൾ മാത്രമല്ല ഇഷ്ടം പോലെ ആളുകൾ 4000-5000 ചിലവഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ആ വനിതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളൊരു കസ്റ്റമർ വിളിച്ചാൽ നിങ്ങൾ പറയുന്ന എമൗണ്ടും കാര്യങ്ങളും, ആ ലക്ഷറി ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ കസ്റ്റമറോട് സംസാരിക്കുന്ന രീതി രണ്ടും വ്യത്യാസം. കാരണം ഇപ്പോൾ നിങ്ങളെ തന്നെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് 5000 ചിലവഴിക്കുന്ന ഒരു മനുഷ്യനാണ്, അയാൾക്ക് അത്രയും കിട്ടിയേ പറ്റും. മറ്റേത് 300 രൂപ ചിലവഴിക്കുന്ന മനുഷ്യനാണ്, അയാളുടെ കുറച്ചാൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കാം കേട്ടോ, ആവശ്യമില്ലാത്ത വിട്ടേക്ക്. ആവശ്യമുള്ള എടുത്തിട്ട് ആവശ്യമില്ലാത്ത വിട്ടേക്ക്. മനസ്സിലായി ഞാൻ പറയുന്നത് എന്താന്ന്? ഇപ്പം ലക്ഷറി നിങ്ങളുടെ പുതിയ കംഫർട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സാധനങ്ങൾ വരിക ചെയ്യാം. യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയണുണ്ടല്ലോ, ശരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ,
ഞാൻ എന്താണ് ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് എന്ന് പറയാം. കാരണം ഇപ്പോൾ പല വീഡിയോയിലും ഞാൻ ഉദ്ദേശിച്ചതും ചാനലുകാർ ഉദ്ദേശിച്ചതും ഈ റിപ്പോർട്ടർ മനോരമയ്ക്ക് ഉദ്ദേശിക്കുന്നതും വ്യത്യസ്തമായതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എയറിൽ പോകേണ്ടി വരികയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ കോൺടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ് ആ വനിതാ ഹോട്ടലും 5 സ്റ്റാർ ഹോട്ടലും കമ്പയർ ചെയ്തത്. ഇതിൽ വനിതാ ഹോട്ടൽ മോശമാണെന്നോ പെട്ടിക്കട മോശമാണെന്നുള്ള യാതൊരു അർത്ഥവും അതിലില്ല. അതൊരു കോൺടെക്സ്റ്റുവലാണ് ആ സംഗതി. നമ്മളൊക്കെ പോകാറുണ്ട്, നമ്മളെല്ലാവരും പോകാറുണ്ട് ഈ ഹോട്ടലുകളിലും പെട്ടിക്കടയിലും തട്ടുകടയിലൊക്കെ. എന്നൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും നിങ്ങളവിടെ. അപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ ഒരു സാധാരണ ഹോട്ടലിൽ കയറി 300 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു, ഓക്കെ ഫൈൻ, ഓക്കെയാണ്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ഒരു യാത്രയിൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫാമിലിയോട് കൂടി കഴിക്കുന്നു. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ കംഫർട്ട് വ്യത്യാസം ഉണ്ടാവും, അതിൽ കൊടുക്കുന്ന എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യും. അതായത് ലക്ഷറി ഷുഡ് ബി യുവർ ന്യൂ കംഫർട്ട്. നമ്മുടെ പുതിയ കംഫർട്ട് ലക്ഷറി ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്താ കാരണം എന്ന് പറയുമോ? ഒരു ബ്രേക്ക്ഫാസ്റ്റിന് 3000-4000 ചിലവാക്കുന്ന ഒരാൾ 300-400 പകരം ഒരു 4000 ചിലവാക്കുന്ന ആൾക്ക് അതിന് കംഫർട്ടാവും. ഏത്? ആ ലക്ഷറി കംഫർട്ടാവുമ്പോൾ അയാൾക്കിനി ആ ലൈഫ് സ്റ്റൈൽ നിലനിർത്തിയേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കും, കൂടുതൽ നന്നായി വർക്ക് ചെയ്യും, സ്ട്രെച്ച് ചെയ്യും, കൂടുതൽ ഓപ്പർച്യൂണിറ്റികളെ തപ്പും. അപ്പോൾ അയാൾ വികസിക്കും. ഇതാണ് കോണ്ടെക്സ്റ്റ്, ഇതാണ് കോൺസെപ്റ്റ്. മനസ്സിലായല്ലോ? അതിൽ ആരെയും കുറ്റം പറഞ്ഞു വിചാരിക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണ്ടത് ലക്ഷറി. പിന്നെ എന്തിനാണ് ലോകത്തിൽ ലക്ഷറി ഉണ്ടാക്കിയുള്ളത്? ലക്ഷറി ഒരു പാപമൊന്നുമല്ല. പലരും വിചാരം എന്താണ്, ഇതെന്തോ തെറ്റാണ്, പാപമാണ് എന്നൊക്കെയാണ്. ലക്ഷറീസ് ആയിട്ടുള്ള ചില ഒരു ഷർട്ടിന് 8-10 നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഒരു ഷർട്ടിൻ്റെ 10-20-30 ഇരട്ടി വില കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഐ ക്യാൻ അഫോർഡ് ദാറ്റ് എന്ന് പറയാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അഫോർഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അഫോർഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇയാൾ സ്ട്രെച്ച് ആകുമ്പോൾ പ്രകൃതിക്ക് മനസ്സിലാവും, അയാളുടെ സൈക്കിക്ക് മനസ്സിലാവും, അയാൾക്ക് മനസ്സിലാവും എനിക്ക് ഇത്രയും പൈസ വേണം, വന്നേ പറ്റൂ അയാളുടെ ജീവിതത്തിലേക്ക്. എന്തിനാണ് പിന്നെ ബിസിനസ് ക്ലാസ് ഉള്ളത്? ബിസിനസ് ക്ലാസ്, നമ്മൾ ഉപയോഗിക്കുന്ന കാറ്, നമ്മുടെ ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ പുതിയ കംഫർട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ കംഫർട്ട് ലക്ഷറി ആയിരിക്കണം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇപ്പം എൻ്റെ ഓഫീസിലെ പിള്ളേരെ ഒരിക്കൽ പറയുണ്ടായി, ഈ എന്തുകൊണ്ട് പണക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, സെക്കൻഡ് ക്ലാസ് അത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് അല്ലേ, ജനറൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം പിന്നെ ശനിയാഴ്ച വൈകുന്നേരം കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഒന്ന് പോയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ട് അതിനേക്കാൾ കുറച്ചും കൂടിയും ബെറ്റർ, അതേ ട്രെയിനിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിലേക്ക് ഒരു മടിയില്ലാതെ നമുക്ക് പൈസ കൊടുത്ത് കയറി ഇരിക്കാൻ തോന്നുന്ന തരത്തിലേക്ക് പൈസ വേണം. അത് പിള്ളേർക്കൊക്കെ ശരിക്കും മനസ്സിലാവും ആ കാര്യങ്ങൾ. ഇടി കിട്ടി പോകുമ്പോഴേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലക്ഷറി കാണുക, കേൾക്കുക, അനുഭവിക്കുക. ഇനി ആ ലക്ഷറി സാധാരണ സംഗതിയായി മാറും. ഇപ്പോൾ സൈലൻറ്റ് ലക്ഷറി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സാധനം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബ്രാൻഡ് കാണിക്കുന്ന ആൾക്കാരുണ്ട്, ബ്രാൻഡ് കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്നാൽ സ്റ്റീവ് ജോബ്സ് അല്ല, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആൾ സുക്കർബർഗ് ഇടുന്ന ടീഷർട്ടിൻ്റെ ഒന്നും എംബ്ലം കാണൂല. അത് സൈലൻറ്റ് ലക്ഷറിയാണ്, എംബ്ലം കാണിക്കാത്ത. അപ്പോൾ ആളുകൾ തപ്പിപ്പോകും അതേതാണെന്നുള്ളത്. അത് വെരി റയർ ലക്ഷൂറിയസ് ബ്രാൻഡായിട്ടുള്ള സംഗതിയാണ്. പിന്നെ എല്ലാവരെയും കാണിക്കുന്ന, ഞാൻ പറയുന്നത് ലക്ഷറി പ്രൊഡക്റ്റുകൾ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ആ ഒരു സ്റ്റേജിൽ കംഫർട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേജ് നിലനിർത്താനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും, നല്ല ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളിലേക്ക് പണം വരും. ഈ ഗ്യാപ്പുകളിലേക്കാണ് പൈസ വരിക. നമ്മൾ ആ ഗ്യാപ്പുകൾ സൃഷ്ടിക്കണം. ഫുൾ പോസിറ്റീവായിട്ട് ഇരുന്നാലൊന്നും സക്സസ് ആവില്ല. എപ്പോഴും പോസിറ്റീവായിരിക്കുക, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക, എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. അതിലൊന്നുമല്ല നമ്മൾ യഥാർത്ഥത്തിൽ കോൺഫിഡൻസും സക്സസ്സും ഒക്കെ കൊണ്ടുവരുന്നത്. നമ്മുടെ ഫ്രസ്ട്രേഷൻ എന്നൊക്കെയാണ് കോൺഫിഡൻസ് വരിക. ഫ്രസ്ട്രേഷനിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന്, ഉറക്കമിളച്ച ചില രാത്രികളിൽ നിന്ന് ഒക്കെയാണ് നമുക്ക് ഈ ധൈര്യമൊക്കെ വരിക. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോയിന്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലായല്ലോ. ലക്ഷറി ഷുഡ് ബി യുവർ ന്യൂ കംഫർട്ട്. ലക്ഷറി നമ്മളെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ പുതിയ കംഫർട്ട് ലക്ഷറി ആയിരിക്കണം. ലക്ഷറി എക്സ്പെൻസ് അല്ല, നേരെ മറിച്ച് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുന്ന പല
ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ചില വണ്ടി ഇതൊക്കെ പോലെ ചില കാറ് അല്ല ചില സംഗതികൾ നമുക്കത് ഇൻവെസ്റ്റ്മെൻ്റാണ്. ആളുകൾക്ക് ഓക്കെ ദാറ്റ് പേഴ്സൺ ക്യാൻ അഫോർഡ് ദാറ്റ് എന്നത് കാണിക്കേണ്ട ചില സംഗതി സ്ഥലം ഉണ്ടാവും. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതൊരു എക്സ്പെൻസായി കാണാതെ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റായി കാണുക. അപ്പോൾ പറഞ്ഞത് കിട്ടിയല്ലോ. ലക്ഷറി ഷുഡ് ബി യുവർ ന്യൂ കംഫർട്ട് എന്നുവെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് 4000-5000 ചിലവഴിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഇൻകം അത്രയും വർദ്ധിപ്പിച്ചേ മതിയാവും. അങ്ങനെയാണ്. പിന്നെ ഒരു 300-400 ചിലവഴിക്കുന്ന ആൾക്ക് അത്രയും ഇൻകം കിട്ടിയാൽ മതിയായിരിക്കും. കാരണം അയാൾ അതിൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് ഒബ്ജക്റ്റീവാണ്. എന്ന് വെച്ചാൽ ചിലർ പറയാണ് എനിക്ക് ആ വനിതാ ഹോട്ടലിലാണ് സന്തോഷം, ഒരു കുഴപ്പമില്ല, അതാണ് അതിൻ്റെ ശരി അയാളെ സംബന്ധിച്ച്. ഞാൻ പറയുന്നത് കൂടുതൽ ഇൻകത്തിലേക്ക് നമ്മുടെ 1 crore മൈൻഡ് സെറ്റിലേക്ക് വരണമെങ്കിൽ പിന്നെ നമ്മൾ അത് കുറച്ചും കൂടി നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു ടൂളാണ് ലക്ഷറി എന്നത്. അത് കംഫർട്ടബിളായി മാറ്റുക. ലക്ഷറി നമ്മുടെ പുതിയ കംഫർട്ടായി മാറണം. അപ്പോൾ ആ ഒരു സംഗതി നിലനിർത്താൻ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഇപ്പോൾ ബിസിനസ്സുകാരൻ ആ ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് അയാളുടെ പേര് മാത്രമൊന്നുമല്ല, അയാൾ അത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേ സൗകര്യങ്ങളാണ്. ബിസിനസ് ക്ലാസ്സിൽ പോകുന്നതും ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്നതും മുതലുള്ള പിന്നെ അയാളുടെ കാറും ആ സൗകര്യങ്ങൾ ഇല്ലാതായി പോകുന്നതിൻ്റെ വേദനയിലാണ് അയാൾ അത് വീണ്ടും തിരിച്ചു പിടിക്കാൻ നിൽക്കുന്നത്. നോക്കൂ, ഈ പണത്തെക്കുറിച്ച് പറയുന്നൊരു സംഗതി ഉണ്ടെന്ന് അറിയാം. ഈ പണം ആക്ച്വലി ഒരു മൈൻഡ് സെറ്റാണ്. ലോകത്തിലുള്ള എല്ലാ പൈസയും ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ലോകത്തിലുള്ള എല്ലാവർക്കും, അതായത് എല്ലാവരുടെയും നിന്നും പൈസ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് കൂട്ടി ലോകത്തിലുള്ള എല്ലാവർക്കും അത് കൃത്യമായി വീതിച്ചു കൊടുത്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ പൈസയും ഒരുമിച്ച് കൂട്ടി ഇപ്പോൾ 700 കോടി ജനങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോടി രൂപ കൊടുക്കാൻ തക്ക രീതിയിൽ അത്രയും പൈസ ഉണ്ടായി എന്ന് വിചാരിക്കാം. എന്നിട്ടൊരു ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ട്, മൊത്തത്തിൽ ലോക ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ട് എല്ലാവർക്കും ഓരോ കോടി കൊടുത്തു. പക്ഷേ ഒരു ഹൈപ്പോത്തിസിസാണ്. പക്ഷേ അത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വർഷത്തിനുള്ളിൽ ആ പണം പഴയ ആളുകളിലേക്കാണ് തിരിച്ചെത്തും എന്നത്. കാരണം 1 കോടി ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ പൈസ ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഈ കിട്ടിയവർക്കില്ല. അവരൊന്ന് പോവും. മൈൻഡ് സെറ്റ് ഉള്ളവരായാലും അത് എത്തുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതാണ് ഈ ലോട്ടറി അടിച്ചിട്ട് അധികം ആൾക്കാരും പണക്കാരാവാത്തത്. ലോട്ടറി അടിച്ചിട്ട് കോടികൾ വന്നിട്ടുണ്ടാവും, പക്ഷേ കോടീശ്വരൻ മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ സാധനം പോകും. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷറി ഷുഡ് ബി യുവർ ന്യൂ കംഫർട്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ലക്ഷറിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴോ ലക്ഷറിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അഫോർഡ് ചെയ്യുമ്പോഴോ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് സ്ട്രെച്ചിങ് നടക്കുന്നുണ്ട്, ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇതൊരു എക്സ്പെൻസ് അല്ല എന്നൊരു ധാരണയിൽ അതിനെ അഫോർഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നും കൂടി പറയണം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.